വേറെല്ലാം ചായച്ചിട്ടായി. ഇനി എനിക്ക് കുറച്ച് ഓലക്കടി ഉണ്ട് കെട്ടി വെച്ചിട്ട് അതിനെ കൊണ്ടിട്ട് ഇതിന്റെ മുകളിൽ വെക്കുന്നത്. ഇപ്പൊ നല്ല വേനൽക്കാലം, കുംഭമാസത്തിലും മീനമാസത്തിലും വേര് ചായ്ക്കുന്ന സമയം. എന്താ ഈ വേറെല്ലാം പൊളുന്നത്. ഇതിന്റെ പേര് പ്ലാവിന്റെ മരം. ഇതാ നല്ല വേര്. ഇത് കുറുക്കട്ടി മരം. വെറു വര ഇല്ലപ്പോ വെറു വരയിൽ ചായ്ക്കും. ഞങ്ങക്ക് വെറു വര ഇല്ല. ഞങ്ങ ഇതിങ്ങനെ ചായച്ചിട്ട് ഇതിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഓലയെല്ലാം വെച്ചിട്ട് പ്ലാസ്റ്റിക് ഇടുന്നത്. ഇത് ചായച്ചാല് 2 കൊല്ലത്തേക്ക് മതി. ഇങ്ങനെ വേനൽക്കാലത്ത് വാങ്ങി സ്റ്റോക്ക് ആക്കി വെച്ചെങ്കിൽ ദേശത്തില് മഴ വരുമ്പോ ഇതിനെടുത്തിട്ട് കഞ്ഞിയും കറിയെല്ലാം വെക്കാൻ നല്ലത്. അതുകൊണ്ട് ഞങ്ങൾ കൊല്ലത്തിലും ഇതിപ്പോ 2 കൊല്ലത്തേക്ക് മതി. ഇത് 1 കൊല്ലം കൊണ്ടൊന്നും തീരില്ല. ഇത് പൊളന്ന ചേട്ടൻ നേരത്തെ പോയി, അല്ലെങ്കിൽ കുറെ വീഡിയോ കാണിക്കായിരുന്നു. ഇതെല്ലാം ഏടെ ഒഴിഞ്ഞൂടാ. ഇതിന്റെ നടുവിലെല്ലാം ഇട്ടിട്ട് നല്ല പാങ്ങിൽ ചായ്ക്കണം. ഇത് 2 ഉണ്ടെങ്കിൽ തന്നെ ഒരു കഞ്ഞിയും കറിയെല്ലാം ആകും. അത്ര നല്ല കാര്യമില്ല വെറു. അല്ലെങ്കിൽ ഞങ്ങൾ റബ്ബറിന്റെ വെറു കിട്ടലുണ്ട്. ഇക്കെല്ലാം റബ്ബറിന്റെ വെറിന് പോയിട്ടേ ഇല്ല. ഇക്കല് കാട്ടുമരം തന്നെ ആയില്ല. ഈ വെറു ചായ്ക്കുന്നതിൽ കുറച്ച് ചാക്കോട്ടയുടെ മരമുണ്ട്. അത് പൊളക്കാനൊന്നും കഴിയുന്നില്ല. അതാ അത് കനം കൊണ്ട് പൊതിക്കാനും കൂടി കഴിയുന്നില്ല. അതിന്റെ കുട്ടിയും ബാക്കിയുണ്ട്. അതെല്ലാം പൊളക്കുന്നില്ല. മിഷ്യൻ കൊണ്ടിട്ട് ഇനി പൊളിപ്പിക്കണം. കോടാലിയോട് പൊളക്കാൻ കഴിയുന്നില്ല. അത് പ്ലാവിന്റെ മരം. അതിനിപ്പുറത്തും പ്ലാവിൻ്റെത്. അതിനപ്പുറത്തെ ചാക്കോട്ടേരെ. അതൊന്നും പൊളക്കാൻ കഴിയുന്നില്ല കോടാലിനെ കൊണ്ട്. അതിനപ്പുറം ഇതില്ലത് ജാതി. അത് വേഗം പൊളക്കുന്നു. ജാതി തന്നെ അധികം ഉണ്ടായത് ഇടാ. ഇത് ചാക്കോട്ടേരെ ഏല് ഇതാ ഒന്നും ആകുന്നില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും എന്താ ഇതിപ്പോ 3 കൊല്ലമായതേ ഇല്ലു. ഇനിയും നിൽക്കും കുറെ കാലം. ഇതെല്ലാം ചാക്കോട്ടേരയില്. മരുന്നിന്റെ 2 കൊല്ലം കഴിയുമ്പോ കുറച്ച് പൊട്ടാണ്. ഇത് മരുന്നിന്റെ. ഇതെല്ലാം കൊത്തേനും കഴിഞ്ഞു. ഇനി 2 കൊല്ലത്തേക്ക് വെറിന്റെ ഒന്നും പണിയില്ല. ഇതെല്ലാം ചായച്ചിരാകുമ്പോഴേക്ക് മഴ വന്നിനോ മതിയായിരുന്നു. ആ മഴയെല്ലാം പിടിക്കുന്നുണ്ട്. ചണ്ടായെങ്കിൽ പിന്നെ ഇത് കത്തിയില്ല, പുകയായിട്ട് പോകും. അപ്പോഴേക്ക് എല്ലാം ചായച്ചിട്ട് ഓലയെല്ലാം കുറെ വെച്ചിട്ടേ പ്ലാസ്റ്റിക് വെച്ചോളൂ. ഓലയെല്ലാം കൊത്തിക്കൊണ്ടിച്ചു. ഇത് ജാതി. ഇത് നല്ല പാങ്ങുണ്ട്. വേഗം പൊളക്കുകയും ചെയ്യുന്നു. ഇത് വേഗം ചായക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളോടെല്ലാം പറയാ. ഇത് ചായച്ചിട്ടാകുമ്പോ മഴ വന്നാ പോയതന്നെ. വേറെല്ലാം ചായച്ചിട്ടായി. ഇനി എനിക്ക് കുറച്ച് ഓലക്കടി ഉണ്ട് കെട്ടി വെച്ചിട്ട് അതിനെ കൊണ്ടിട്ട് ഇതിന്റെ മുകളിൽ വെക്കുന്നത്. ഞാൻ പോയിട്ട് കൊണ്ടായിരുന്നു. ഓലക്കടി ഞാൻ അന്നേ തരക്കിരി കെട്ടിയിട്ട് മഴ കൊള്ളാതെ വെച്ചു. ഇന്ന് വെറു ചായച്ചിട്ടാകുമ്പോ അതിന്റെ മുകളിലേക്ക് വെക്കാറുണ്ട്. അങ്ങനെ ഓലക്കടിയും വെറു ആയിപ്പോ. ഇതൊന്നും ചെയ്യില്ല. ഇനി ആദ്യം തറക്കണം. ഈ ഇല്ലിയെല്ലാം ഇങ്ങനെ പായിട്ട് ഇതിന്റെ മുകളിൽ ചേരി വെച്ചു. ചേരി എന്ന് തേങ്ങ ഒലിച്ചതിന്റെ അല്ല, കൊപ്പരക്ക് കൊത്തല് ഞങ്ങൾ ഇങ്ങനെ. ഇത് നല്ല കാരമില്ലത്. മറ്റേ ചേരി പോലെ അല്ല. ഇത് വേഗം കടയൊന്നും ചെയ്യില്ല. ചെറ്റോട് കൂടിയിട്ടുള്ളത്. ഇന്നേക്ക് വൈകിട്ടായിട്ട് പണി മതിയാക്കുന്നു. അതുകൊണ്ട് അടുത്ത ദിവസം കിട്ടുന്ന ആണെങ്കിൽ കൊണ്ടച്ചിട്ട് ഓലയും പ്ലാസ്റ്റിക് എല്ലാം വെച്ചിട്ടാകുമ്പോ നിങ്ങളെ ഇനി ദിവസം പുതിയ വീഡിയോയിൽ കാണിക്കാം.